മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ അവരുടെ പേരുപയോഗിച്ചുകൊണ്ട് വലിയ രൂപത്തിലുള്ള തട്ടിപ്പാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്നത് ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാവുകയാണ്. മരണപ്പെട്ടവരുടെ പേരിൽ മോഷ്ടിച്ചതിൽ നിന്ന് പോലും മുക്കുന്നവരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ഇന്നലെ കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് 5 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങിയെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ വസ്തുത ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. 5 കോടി രൂപയ്ക്ക് ഈ രൂപത്തിൽ വാങ്ങിയെന്ന് അദ്ദേഹം പറയുന്നത് 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലമാണ്. ആ 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലത്തിന് 5 കോടി എന്ന രൂപത്തിൽ വരുമ്പോൾ എത്ര രൂപ വെച്ചാണ് ഒരു സെൻറ്റിന് വരുന്നത് എന്ന് നമുക്ക് കണക്കൂട്ടിയാൽ മനസ്സിലാവും. യഥാർത്ഥത്തിൽ 2 ആധാരമായിട്ടാണ് കോൺഗ്രസിൻ്റെ ആ ഭൂമി ആധാരം ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വർഷത്തോളം എടുക്കുമ്പോഴും കോൺഗ്രസ് ഒരു തരി ഭൂമി പോലും വാങ്ങാതിരുന്നപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ പ്രതിഷേധം ഉയരുകയും ജനങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്ത ഘട്ടത്തിലാണ് അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കുറച്ച് ഭൂമി വാങ്ങിയിട്ടുള്ളത്. 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലം മാത്രമാണിപ്പോൾ അവർ വാങ്ങിയിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസ് 30 വീട്, കോൺഗ്രസ് 100 വീട്, രാഹുൽ ഗാന്ധി 100 വീട്, അങ്ങനെ 230 വീടുകളാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതിൻ്റെ പേരിൽ വലിയ രൂപത്തിലുള്ള പണം പിരിവും അവർ നടത്തിയിട്ടുണ്ട്. ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചു. യൂത്ത് കോൺഗ്രസ് അതിന് പുറമേ പണം പിരിച്ചു. ഇങ്ങനെ വ്യാപകമായ പിരിവ് കോൺഗ്രസ് നടത്തിയത് ജനങ്ങളിൽ നിന്നാണ് പിരിവ് നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഘടകത്തിൽ പിരിച്ച പണമല്ല, ജനങ്ങളിൽ നിന്ന് പൊതുവായി ഫണ്ട് സമാഹരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വലിയ രൂപത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലം വാങ്ങിയിരിക്കുകയാണ്. 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്ര വീടുകൾ അവിടെ നിർമ്മിക്കാൻ വേണ്ടി കഴിയും. 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലത്ത് 3 ഏക്കർ 25 സെൻറ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ അതിലേക്കുള്ള വഴിയും സ്വാഭാവികമായിട്ടും അത്രയും വീടുകൾ നിർമ്മിക്കുമ്പോൾ അതിലേക്കുള്ള വഴി, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യമായ സ്ഥലം, അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാമായി സ്വാഭാവികമായിട്ടും അത്രയും ആളുകൾക്ക് വീട് അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി സ്ഥലം അതിന് കുറേ മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വളരെ കുറഞ്ഞ സ്ഥലമാണ് വീടിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുക. ഒരു 25 വീടിൽ കൂടുതൽ നിർമ്മിക്കാൻ കഴിയില്ല. 25 വീടിൽ താഴെ വീടുകൾ മാത്രമേ നിർമ്മിക്കാൻ വേണ്ടി കഴിയൂ. ആ സ്ഥലത്ത് നിർമ്മിക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമായതാണ്. കാരണം ഒരപേക്ഷ പോലും ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിലേക്ക് ബന്ധപ്പെട്ട് സംവിധാനത്തിലേക്ക് ഒരു അപേക്ഷ പോലും സമർപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഇവിടെയുള്ള വിഷയം, ഈ വാങ്ങിയ സ്ഥലം 5 കോടി രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് KPCCയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം 5 കോടി രൂപയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ 1.25 കോടി രൂപ ആ പറഞ്ഞതിൽ തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ 2 ആധാരമായിട്ടാണ് അവർ ഈ സ്ഥലം വാങ്ങിയിട്ടുള്ളത്. KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ പേരിലാണല്ലോ സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒരു രേഷ്മ ഡേവിഡ്, അതുപോലെ തന്നെ TG ഡേവിഡ് എന്നിവരുടെ പേരിൽ നിന്നുള്ള സ്ഥലം 2 ഏക്കർ 60 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിയത്. TDS അടക്കം അതിനാകെ ചെലവഴിച്ചതായി തുക കാണിച്ചിരിക്കുന്നത് ആധാരത്തിൽ 2,57,40,000 രൂപയാണ്. രണ്ടാമതൊരു ആധാരമുണ്ട്. ആ രണ്ടാമത്തെ ആധാരം KPCC അധ്യക്ഷനും TJ ഡേവിഡും തമ്മിലാണ്. അത് 65 സെൻറ്റ് സ്ഥലമാണുള്ളത്. അത് TDS അടക്കം 63,85,500 രൂപയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ 3,21,25,500 രൂപയാണ് ചിലവ് വരുന്നത്. ബാക്കി തുക എങ്ങനെയാണ് 5 കോടി എന്ന രൂപത്തിലേക്ക് പറയുന്നത്? 1,75,00,000 രൂപ യഥാർത്ഥത്തിൽ അതിലും തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാവുന്നത്. പിരിച്ച പണം എവിടെയെന്നത് വ്യക്തതയില്ല, ആരുടെ അക്കൗണ്ടിൽ എന്നത് വ്യക്തതയില്ല, എത്ര പണം പിരിച്ചു എന്നത് വ്യക്തതയില്ല. ഇതൊന്നും പറയാൻ ഇത് തയ്യാറായിട്ടില്ല. വാങ്ങിയ സ്ഥലത്ത് വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള അപേക്ഷ പോലും സമർപ്പിച്ചിട്ടില്ല. എന്നാൽ വാങ്ങിയ സ്ഥലത്തിൻ്റെ പേരിലും 1.25 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കൊള്ളസംഘമായി ദുരന്തബാധിതരെ വിറ്റു ജീവിക്കുന്നവരായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ പണം ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ്. വളരെ ഗൗരവമായി കാണേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി, സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് വേണ്ടി
പണം ചെലവഴിക്കുന്നത് ഈ ഫണ്ടിൽ നിന്നാണ്. കോൺഗ്രസ് വലിയ രൂപത്തിൽ ഫണ്ടുകൾ ചെലവഴിക്കുകയാണ് പുതുയുഗ യാത്ര നടത്തിയപ്പോൾ. അതുപോലെ തന്നെ ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതിലെല്ലാം ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച മരണത്തെ വിറ്റ് കാശുണ്ടാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നത് വളരെ ഗൗരവമാണ്.